പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു നാച്ചുറൽ ഹെയർ ഡൈയുടെ വീഡിയോ ആണ്. ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു വീഡിയോ ആണിത്. നമ്മളിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെയാണ് വേണ്ടുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ മൈലാഞ്ചി പൊടിയാണ് എടുക്കുന്നത്. പൗഡറൊക്കെ എടുക്കുന്ന സമയത്ത് നല്ല ഒരെണ്ണം എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ആവശ്യത്തിന് മൈലാഞ്ചിപ്പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ ഡേറ്റ് ഒക്കെ നോക്കണം. എക്സ്പയർ ആയതൊന്നും എടുക്കരുത്. എക്സ്പയർ ആയതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ഗുണവും ഉണ്ടായിരിക്കത്തില്ല. നമ്മൾ വെറുതെ അപ്ലൈ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ കട്ടൻ ചായയാണ്. കട്ടൻ ചായ ഞാൻ ഏകദേശം ഒരു 1.5 ഗ്ലാസ് വെള്ളം വെച്ചതിന് ശേഷം തിളപ്പിച്ച് കുറുക്കിയെടുത്തതാണ്. അതിലേക്ക് ഈ സ്പൂൺ തേയിലപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നന്നായിട്ട് തിളപ്പിച്ച് പറ്റിച്ചെടുത്തതാണ്. ഇതിൻ്റെ ബാക്കി കുറച്ചും കൂടി ഇരിപ്പുണ്ട്. കുറച്ച് ഞാനിപ്പോൾ ഇതുപോലെ ആവശ്യത്തിന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് കലക്കി വയ്ക്കാം. ഞാൻ തോനെയൊന്നും എടുക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നെറ്റിയുടെ സൈഡിൽ മാത്രമേ നരയൊക്കെ ഉള്ളൂ, അല്ലാതെ മൊത്തത്തിൽ നരയില്ല. നെറ്റിയുടെ ആ ഒരു സൈഡിലൊക്കെ ഉള്ള നരയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഞാൻ കലക്കിയെടുത്തിട്ടുണ്ട്. കലക്കിയെടുത്തത് നമുക്ക് ഇപ്പം നമ്മൾ ഇതുപോലെ കലക്കി വെച്ചിട്ടുണ്ട്. കലക്കി വെച്ചിരിക്കുന്നത് നമുക്ക് ഇതുപോലെ തന്നെ മാറ്റി അങ്ങ് വയ്ക്കാം. ഇപ്പോൾ രാത്രിയിലാണ് ഞാനിത് തയ്യാറാക്കി വെക്കുന്നത്. ഇനി നമുക്കിത് രാവിലെ എടുത്താൽ മതി. രാവിലെയും ചെയ്യാം, അതുപോലെ തന്നെ നീലാമരിയും ചെയ്യാവുന്നതാണ്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ഡൈ ആണിത്. അപ്പം നമുക്ക് നാളെ രാവിലെ കാണാം. ഇന്നലെ രാത്രി തയ്യാറാക്കി വെച്ചിരുന്ന ഡൈ ആണിത്. ഇത് ഹെന്ന പൗഡർ നമ്മൾ കലക്കി വെച്ചിരുന്നതാണ്. ഹെന്ന പൗഡർ മാത്രം കലക്കി വെച്ചിരുന്നതാണ്. അതിലേക്ക് ഞാനിപ്പോൾ നോക്കിയപ്പോൾ കണ്ടില്ലേ, നല്ല കറുപ്പ് കളറിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഇച്ചിരി കട്ടിയായിട്ടുണ്ട്. അപ്പോൾ ഈ കട്ടിയായതിനെ നമുക്ക് ഇച്ചിരി കൂടെ ഒന്ന് ലൂസാക്കണം. അതിനായിട്ട് കുറച്ചും കൂടി നമ്മൾ ഇന്നലെ തയ്യാറാക്കിയ കട്ടൻ ചായ കുറച്ചും കൂടി ഇരിപ്പുണ്ടായിരുന്നു. അത് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇതും കട്ടൻ ചായ തന്നെ ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ കയ്യിൽ കട്ടൻ ചായ ഇല്ലെങ്കിൽ കുറച്ച് സമയത്ത് കുറച്ച് തയ്യാറാക്കി വെക്കണം. കാരണം കട്ടൻ ചായ തന്നെ വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അല്ലാതെ നോർമൽ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുത്ത് ഇത് കലക്കിയെടുക്കരുത്. കാരണം കട്ടൻ ചായയും കൂടെ ആണെങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന കണക്കുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇത് ഇനിയിപ്പോൾ ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം എങ്ങനെയാണ് ഇത് തലയിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇതെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. തയ്യാറാക്കി കണ്ടിട്ടില്ലേ, ഇതേപോലെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഇതേ കൺസിസ്റ്റൻസിയിൽ തന്നെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തലയിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തലയിൽ നിന്ന് ഇങ്ങനെ താഴെ പോരും. ദേഹത്തെല്ലാം നമ്മുടെ നെറ്റിയിലും ഒക്കെ അങ്ങ് ആവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതേപോലെ ഇത്രയും മാത്രം ലൂസായിട്ടിരുന്നാൽ മതി. അപ്പോൾ ഇത് നമുക്ക് ഇനി തലയിലേക്ക് അപ്ലൈ ചെയ്യാം. വളരെ നല്ലൊരു ഇതാണിത്. ഞാനിപ്പോൾ തലമുടി എല്ലാം നന്നായിട്ട് എണ്ണയൊന്നും തേച്ചിട്ടില്ല. എണ്ണ തേക്കരുത്. എണ്ണ തേക്കാതെ തന്നെ വാഷ് ചെയ്ത് കെട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ കെട്ടൊക്കെ എടുത്തിട്ടിരിക്കുന്ന മുടിയായിരിക്കണം. മുടിയിലേക്ക് നമുക്ക് ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് തേച്ച് തുടങ്ങാം. ഒരു സൈഡിൽ നിന്ന് ഇതുപോലൊരു ഇതുപോലെ ഒരു ബ്രഷ് ആകുമ്പോൾ നമുക്ക് ചീപ്പിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാം. ഇതുപോലെ ഇത് തേക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രഷായിട്ടും ഉപയോഗിക്കാം. അതുപോലെ നമുക്ക് ഓരോ സൈഡ് ഇങ്ങനെ എടുത്ത് തേക്കുന്നതിനായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു സൈഡ് എടുത്തതിന് ശേഷം ഇതുപോലെ അങ്ങ് തേച്ച് കൊടുക്കണം. ഞാൻ കുറച്ച് തേച്ചതിന് ശേഷം പിന്നെ ഞാൻ അല്ലാതെ തേച്ചിട്ട് വരാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയിലേക്ക് നോക്കി നമുക്ക് തേക്കാൻ പാടായിരിക്കും. എല്ലാ സൈഡും ഒരുപോലെ നമുക്ക് എത്തത്തില്ല. ഇതേപോലെ നമുക്ക് ഇതുപോലെ അങ്ങ് തേച്ച് കൊടുക്കണം.
നമ്മൾ ഇത് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ദിവസത്തെ യൂസ് കൊണ്ട് തന്നെ നമുക്കിത് ഹെന്നയും അതുപോലെ തന്നെ നീലാമരിപ്പൊടിയും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വളരെ എഫക്റ്റീവായതാണ്. ഏകദേശം 1 മാസം വരെയൊക്കെ ഇതിൻ്റെ റിസൾട്ട് നിൽക്കുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഞാൻ തേച്ചതിന് ശേഷം വരാം ഇനി. ഇപ്പം ഞാൻ ഇത് തലയിലെല്ലാം നല്ല രീതിയിലൊന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. തലയിൽ മുഴുവൻ തേച്ചിട്ടുണ്ട്. എനിക്ക് ഫ്രണ്ടിൽ മാത്രമേ നരയൊക്കെ ഉള്ളൂ. എന്നിരുന്നാൽ കൂടി ഞാൻ മുഴുവൻ തലമുടിയിലെല്ലാം തേച്ചു. കയ്യിലെല്ലാം കുറേയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഏകദേശം നമുക്കൊരു 2 മണിക്കൂറൊക്കെ തലയിൽ വെച്ചിരിക്കണം. 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ വാഷ് ചെയ്യാവൂ. ഈ 2 മണിക്കൂറിന് മുമ്പ് നമുക്ക് നീലാമരിപ്പൊടി തയ്യാറാക്കി വെക്കണം. തയ്യാറാക്കി വെച്ച് ഇത് വാഷ് ചെയ്തതിന് ശേഷം വേണം നമുക്കത് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ അത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പൗഡറൊക്കെ കലക്കിയതിന് ശേഷം നമ്മുടെ തലയിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഹെന്ന പൗഡർ കലക്കി വെച്ച ചട്ടി തന്നെയാണിത്. ഇത് ഞാൻ നന്നായിട്ട് അങ്ങ് കഴുകിയിട്ടൊന്നുമില്ല, ചെറുതായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കഴുകി അത്ര മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് നീലാമരിയുടെ പൊടി ഇട്ട് കൊടുക്കണം. നീലാമരിയുടെ പൊടിയും ഹെന്ന പൗഡറും ഒക്കെ എടുക്കുമ്പോൾ നല്ല കമ്പനി സാധനം നോക്കി എടുക്കാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഡേറ്റ് നോക്കിയതിന് ശേഷം മാത്രമേ ഇതിൻ്റെയൊക്കെ പൊടി മേടിക്കാവൂ. കാരണം ഈ നീലാമരി പൊടി നമ്മൾ എടുക്കുമ്പോൾ ഇതേപോലെയുള്ള നല്ല പച്ച കളറാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം നല്ല ഇതാണെന്ന്. ചില പൊടി നോക്കുമ്പോൾ ഒരു ബ്രൗൺ കളർ പോലെ തോന്നും. അത് നമ്മൾ ഉപയോഗിക്കരുത്. അത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു പ്രയോജനം ഉണ്ടാവത്തില്ല. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് എടുക്കാം. ഞാനിപ്പോൾ എൻ്റെ ആവശ്യത്തിനുള്ളത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരുന്ന കട്ടൻ ചായ ബാലൻസ് ഉണ്ടല്ലോ, അത് നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് ഇളക്കാം. നമുക്ക് ഇത് കട്ടൻ ചായ ഇതിപ്പോൾ ഇത് ഹെന്ന പൗഡർ എടുത്ത സ്പൂണാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് അതുകൊണ്ട് കലക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇപ്പം നമുക്ക് കട്ടൻ ചായ ഒഴിച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ നോർമൽ വെള്ളം തന്നെ ഒഴിച്ച് കലക്കാവുന്നതാണ്. കട്ടൻ ചായ ഒഴിക്കുമ്പോൾ കുറച്ചും കൂടി നമുക്കറിയാമല്ലോ, മുടിക്ക് കട്ടൻ ചായ വളരെയധികം നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കട്ടൻ ചായയാണ് ഒഴിച്ചിരിക്കുന്നത്. കട്ടൻ ചായ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ആവശ്യത്തിന് കട്ടൻ ചായ ഒഴിച്ചു കൊടുക്കാം. നീലാമരിയും ഇതുപോലെ തന്നെ ഇരുമ്പ് ചട്ടിയിൽ തന്നെ തയ്യാറാക്കി വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇരുമ്പ് ചട്ടിയിലാവുമ്പോഴാണ് അതിന് നല്ലൊരു കളറും ഒക്കെ വരുന്നത്. ഇരുമ്പിൻ്റെ നമ്മൾ പറയത്തില്ല അയണിൻ്റെ സത്തുണ്ടെങ്കിൽ മുടി വളർച്ചയ്ക്കൊക്കെ അയൺ വളരെയധികം നല്ലതാണെന്നൊക്കെ. അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്കും അതുപോലെ തന്നെ മുടിക്ക് നന്നായിട്ട് കറുപ്പൊക്കെ വരുന്നതിനും ഒക്കെ ഈ ഇരുമ്പ് ചട്ടിയിൽ തയ്യാറാക്കുന്നതിനൊരു പ്രത്യേകതയുണ്ട്. ഇരുമ്പ് ചട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് 2 ഇരുമ്പ് ആണി ഉപയോഗിച്ചാലും മതി. നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുന്നു. ഇതിപ്പോൾ ഞാൻ ഹെന്ന തലയിലേക്ക് അപ്ലൈ ചെയ്തിട്ടേ ഉള്ളൂ. എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയിട്ട് പോലുമില്ല. ഹെന്ന അങ്ങോട്ട് തലയിലേക്ക് അപ്ലൈ ചെയ്തേ ഉള്ളൂ. അപ്ലൈ ചെയ്തിട്ട് ഉടൻ തന്നെ ഞാൻ ഈ നീലാമരിയുടെ പൊടിയും കൂടി മിക്സ് ചെയ്ത് വെക്കുകയാണ്. ഇനിയിപ്പം നമുക്ക് 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഹെന്ന നമുക്ക് നന്നായിട്ട് കഴുകി കളഞ്ഞതിന് ശേഷം വേണം നമുക്കിത് തലയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വരാം. ഏകദേശം ഒരു 2 മണിക്കൂറായിട്ടുണ്ട്. ഞാനിപ്പോൾ തലയൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ 2 മണിക്കൂറായി നീലാമരിയുടെ പൊടിയും നമ്മൾ കലക്കി വെച്ചിട്ട് മേൽഭാഗം നോക്കുമ്പോൾ നല്ല ബ്ലാക്ക് കളറിൽ ഇരിപ്പുണ്ട്. കണ്ടോ, ഇവിടെയൊക്കെ നല്ല ബ്ലാക്ക് കളറിൽ ഇരിപ്പുണ്ട്. പക്ഷേ നമ്മൾ ഇളക്കി നോക്കുമ്പോൾ ഇത് പച്ച കളറിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് തലയിലൊന്ന് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിപ്പോൾ ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിപ്പോൾ ഇച്ചിരി നല്ല കട്ടിക്കിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ നമ്മൾ തയ്യാറാക്കിയ പാത്രത്തിലേക്ക് കുറച്ച് കട്ടൻ ചായയും കൂടി ഒഴിച്ചു കൊടുക്കുന്നു. ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഈ പാത്രത്തിലോട്ട് തന്നെ ഒഴിക്കാം. തേച്ച് നല്ല രീതിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ നീലാമരിയൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നല്ല കളറിലൊക്കെ ഇരിപ്പുണ്ട്. നമ്മൾ മേൽഭാഗം നോക്കുമ്പോൾ നല്ല കറുപ്പാണ്, പക്ഷേ നമ്മൾ ഇളക്കി നോക്കുമ്പോൾ അത് പച്ച കളറിൽ തന്നെ ഇരിക്കും. അപ്പോൾ അത് നമുക്ക് തലയിലെല്ലാം നല്ല രീതിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാനിതെല്ലാം കണ്ടിട്ട് ഇതേപോലെ നമുക്കൊന്ന്
നമ്മൾ മൈലാഞ്ചി അപ്ലൈ ചെയ്തതുപോലെ തന്നെ ഇതും ഒന്ന് അപ്ലൈ ചെയ്തേക്കണം. എല്ലാ സൈഡും ഇനി ഒന്ന് നല്ല രീതിയിലൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം വരാം. ഞാനിപ്പോൾ നീലാമരി എല്ലാം തലയിൽ തേച്ച് മുടിയെല്ലാം കഴുകിയിട്ട് വന്നതാണ്. കണ്ടില്ലേ, നല്ല മാറ്റമുണ്ട്. മുടി മൊത്തം അങ്ങ് കറുത്തു എന്നല്ല പറയുന്നത്, ഇടയ്ക്കൊക്കെ അങ്ങ് കുഞ്ഞൊക്കെ ഓരോന്നൊക്കെ ഒരു വെളുത്തയൊക്കെ ഉണ്ട്. എന്നാലും അത് നമ്മൾ തേക്കുന്നതിൻ്റെ കുഴപ്പമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തനിയെ തേച്ച് കഴിഞ്ഞാൽ നല്ല ക്ലിയറായിട്ട് എല്ലായിടവും പറ്റത്തില്ല. നമുക്കൊരാൾ തേച്ച് തന്നെങ്കിൽ മാത്രമേ നന്നായിട്ട് ഇങ്ങനെ വകുപ്പൊക്കെ എടുത്ത് നമുക്ക് തേച്ച് ഇത് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ തനിയെയാണ് തേച്ചത്. തനിയെ തേച്ചത് കൊണ്ട് തന്നെ എല്ലായിടവും ഒന്നും കറക്റ്റായിട്ട് ഒരേപോലെ നമുക്ക് പിടിക്കത്തില്ല ഇത്. അതുകൊണ്ടാണ് ചില ഇടയ്ക്കൊക്കെ ഒരു ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇത് സൂപ്പറാണ്, നല്ലൊരു റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഡൈ ആണിത്. ഇതാണെങ്കിൽ ഏകദേശം 1 മാസം വരെയൊക്കെ ഇതിൻ്റെ റിസൾട്ട് ഇങ്ങനെ തന്നെ നമുക്ക് നിൽക്കും. ബാക്കിയൊക്കെ നമുക്ക് ഒരു 2 ആഴ്ച. ഇപ്പോൾ ഇടയ്ക്ക് ഞാനൊരു മാതളത്തിൻ്റെ തോട് കൊണ്ട് ഒരെണ്ണം ചെയ്തിരുന്നു. അത് ഏകദേശം ഒരു 2.5-3 ആഴ്ചയോളം നല്ല രീതിയിൽ കറുപ്പ് ഒറ്റ യൂസിൽ തന്നെ റിസൾട്ട് കിട്ടിയൊരു ഡൈ ആയിരുന്നു അത്. അപ്പോൾ അത് ഏകദേശം ഒരു 2.5-3 ആഴ്ച വരെയൊക്കെ കറക്റ്റ് ഒരു 3 ആഴ്ചയ്ക്ക് അടുത്തൊക്കെ നിന്നു. അത് ഏകദേശം 1 മാസം വരെയൊക്കെ നല്ല രീതിയിൽ ഈ കറുപ്പ് നിലനിൽക്കുന്ന ഒരു ഡൈ ആണിത്. ഇത് സ്ഥിരമായിട്ട് എനിക്കറിയാവുന്ന കുറേ പേര് ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. വേറെ ഒറ്റ ഡൈയും അവർ ഉപയോഗിക്കാറില്ല. കെമിക്കൽ ഡൈയും ഉപയോഗിക്കത്തില്ല, നാച്ചുറൽ ഡൈയും വേറെ ഒന്നും അവർ ഉപയോഗിക്കത്തില്ല. അവർ ഉപയോഗിക്കുന്നത് ഇത് തന്നെയാണ്. കാരണം ഇത് നമ്മൾ ഒരു ദിവസം കലക്കി വയ്ക്കുക, തലേന്ന് കലക്കി വയ്ക്കുക എന്നുള്ള ഒറ്റ ഒരു പ്രോസസ്സ് മാത്രമേ ഇതിനകത്ത് എക്സ്ട്രാ ഉള്ളൂ. ബാക്കി ഹെന്ന ചെയ്യുന്നതും നീലാമരി ചെയ്യുന്നതും എല്ലാം ഒറ്റ ഒരു ദിവസമാണ്. ഒറ്റ ഒരു ദിവസത്തെ ഉപയോഗം കൊണ്ട് തന്നെ നല്ല സൂപ്പർ റിസൾട്ട് കിട്ടുന്ന നല്ലൊരു പാക്കാണ് ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ വീഡിയോ കാണുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കെല്ലാം ഒരുപാട് നന്ദി അറിയിക്കുന്നു. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ.